പയ്യാരം കേട്ട് കുളിരണണ്ടേ എണ്ണത്താറുക്കുള്ള കണ്ണാളെ നിന്റെ പയ്യാരം കേട്ട് കുളിരണണ്ടേ പെണ്ണാളെ മെയിൽ മൈലാഞ്ചി ചോപ്പ് തുടിക്കണുണ്ടേ മറത്ത് മറുകൊള്ള പെണ്ണാളെ മെയിൽ മൈലാഞ്ചി ചോപ്പ് തുടിക്കണുണ്ടേ കണ്ണോ? എന്താ ഈ പെണ്ണ് പറയണേ? ഇങ്ങോട്ട് പാടി. അതെ അമ്മേ, പിശാചിന്റെ പോലത്തെ രണ്ട് കണ്ണ് എന്നെ തിരിച്ചു നോക്കി. ഞാൻ പേടിച്ചു പോയി. ഒന്നുമില്ല, നിനക്ക് ചുമ്മാ തോന്നിയതാ. ശരിയാണമ്മേ, ആളല്ല, രണ്ട് കണ്ണ്. ഞാനും കണ്ടു, ഞാനും ഓടി. നീ പോടാ. എന്തായാലും ഈ പെണ്ണിനെ കണ്ടു കിട്ടിയെന്നാ തോന്നുന്നത്. നീ പോയി എന്റെ പാനം നിലവർക്കുണ്ടോ? പോടാ വേണം. നീ ഇങ്ങോട്ട് പാടി. മൊയലാളി, മൊയലാളി. പടച്ചോടി, ഇതോടെ വായന നിൽക്കുമല്ലോ. കാണാതായി, കാണാതായി. മഞ്ചേരിക്കടുത്ത് പൊടി കിട്ടി. നമുക്ക് ഇംഗ്ലീഷിലെ പൊടി കിട്ടി. ഓനെ തരാതെ ഓടിവാ, ഓടിവാ. ഇതൊന്ന് വായിക്കി. പൊലിയന്മാരും പറയന്മാരും തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് അയ്യപ്പൻ എന്ന ആളുടെ 16 വയസ്സുള്ള ജാനകിയെ 2 ദിവസമായി കാണാതായിരിക്കുന്നു. ഈ സ്ഥലത്തിന് സമീപം ഇന്നാട്ടുകാരനല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക്കറങ്ങുന്നത് പലരും കണ്ടു അത്രേ. ഓൻ തന്നെ, ഓൻ തന്നെ. ഇത് ഓന്റെ പണി തന്നെ ആവുന്നത്. ആരുടെ പണി? നമ്മുടെ നബീസാനെ കട്ടോണ്ട് പോയ ചെയ്ത്താന്റെ. നിങ്ങൾക്ക് പിരാന്താണ്. ഓരിപ്പൊ ഇങ്ങനത്തെ വയസ്സായി കാണുമല്ലേ? ഈ ഒന്നും മിണ്ടായിരുന്നത്. ഓന്റെ കയ്യില് ഇംഗ്ലീഷിലെ വഴിയല്ലേ ഇരിക്കുന്നത്. ഓന് ഈ ദുനിയാവില് ഏത് വേഷവും കെട്ടിക്കൂടെ? മോനെ സലാമേ, നീ ഓടിച്ചല്ലേ? വേണ്ട, സൈക്കിള് വണ്ടിയെ പോട്ടെ. ഏത് കുന്തക്കാടിലെങ്കിലും പോയി
കുറുപ്പിനെ മറ്റുള്ള കൂട്ടരെ പെട്ടെന്ന് വീട് വഹിക്ക്. നമുക്ക് നല്ലത് പറ്റിയോ? അല്ലോ യുവതിയെ തട്ടിക്കൊണ്ടുപോയി. എന്റെ കർത്താവേ, മോള് വിളിച്ച ഇന്ന് ചേട്ടത്തി മഞ്ചേരിക്കടുത്ത് പുലന്നൂർ താമസിക്കുന്നിടത്ത് അയ്യപ്പന്റെ മകൾ ജാനകിക്ക് ഒരു പൂ ചൂടുവാൻ കൊടുത്ത് വശപ്പെടുത്തിയതായി പറയപ്പെടുന്നു. ഒരു യുവാവാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഇപ്പോൾ അറിവായിരിക്കുന്നു. നിന്റെ മോക്ക് എത്ര പ്രായമുണ്ട്? യജമാനി 16 നടക്കുക. അയ്യപ്പ 2 കോഴിനെ പിടിച്ചു കൊടുക്കണം, അല്ലാണ്ട് കേസ് തെളിയില്ല. മോനെ, നമ്മളെ കോഴിക്കൂട്ടുന്ന 2 കോഴിനെ പിടിച്ചോണ്ടോ ചെല്ലി. യജമാനി, എങ്ങനെയെങ്കിലും എന്റെ മോളെ കണ്ടുപിടിച്ച് തരണം. എന്റെ ഒരേ ഒരു മോളാണേ മന്നെ. എപ്പോഴാണ് അവളെ കാണാതായത്? കാലത്ത് എഴുന്നേക്കുമ്പോ അവള് പായിലില്ലേ മന്നെ? എടാ അയ്യപ്പ, നിന്റെ മോള് ആ ചെറുക്കൻ ഒളിച്ചോടി പോയതായിരിക്കും. സാരമില്ല, കണ്ടുപിടിക്കാം. കല്യാണി, നീ കരയാതിരിക്കും.